ഏലം കർഷകരെ ദുരിതത്തിലാഴ്ത്തി തസ്കര ഭീഷണി. ഓരോ വർഷവും 10-ലധികം ഏലക്ക മോഷണ കേസുകളാണ് കാർഷിക മേഖലയിൽ ഉൾപ്പെട്ട പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉണ്ടാകുന്നത്. ഇവയിൽ ഏലത്തിന്റെ ശരം ഉൾപ്പെടെ ചെത്തിക്കൊണ്ടു പോകുന്നതാണ് കർഷകരെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്. ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് ഏലക്ക മോഷ്ടാക്കളുടെ എണ്ണം പെരുകുകയാണ്. ഇതിൽ മിക്ക കേസുകളിലും ഏലത്തോട്ടങ്ങളിൽ നിന്നുമാണ് മോഷണം നടന്നിട്ടുള്ളത്. ബാക്കിയുള്ളവ സ്റ്റോറുകളിൽ നിന്നും ഏലക്ക വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നുമാണ്. തോട്ടങ്ങളിലെ മോഷണങ്ങളിൽ ഭൂരിഭാഗവും ഏലച്ചെടിയുടെ കായ ഉണ്ടാകുന്ന ശരം ഉൾപ്പെടെ മുറിച്ചു കടത്തിയാണ്. ഇതാണ് ഏലം കർഷകരെ ദുരിതത്തിലേക്ക് നയിക്കുന്നത്. വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെ പരിപാലിച്ചു പോരുന്ന ഏലം ചെടികളുടെ ശരം ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ ചെത്തിയെടുക്കുന്നത്. ശരം ചെത്തിയെടുക്കുന്നതോടെ ആ ചിമ്പിലെ കായ്ഫലം ഇല്ലാതാകുകയാണ്. ഈ ചിമ്പിൽ മറ്റൊരു ശരം കിടക്കുന്നതിനും സാധ്യത വളരെ കുറവാണ്. പിന്നീട് തട്ടയിൽ പുതിയ ചിമ്പ് മുളച്ച് പാകമായി പുതിയ ശരം വളർന്ന ശേഷമേ ഏലക്ക ഉണ്ടാകുകയുള്ളൂ. ഇതിന് ഏകദേശം 1.5 വർഷത്തോളം സമയമെടുക്കും. ഈ സാഹചര്യമാണ് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. എന്നാൽ ഇന്നിപ്പം വ്യാപകമായിട്ടുള്ള മോഷണം ഈ കഴിഞ്ഞ വർഷം തൊട്ട് വില മെച്ചപ്പെട്ടതുകൊണ്ടായിരിക്കാം. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ 2024 തൊട്ട് ഇങ്ങോട്ട് ഇപ്പം ഇതേ വരെ ഇപ്പം സീസൺ അല്ലെങ്കിൽ പോലും ഇപ്പോഴും ഏലക്കാട്ടിൽ മോഷണം നടക്കുന്നു. ഇപ്പോഴത്തെ മോഷണത്തിന്റെ പ്രത്യേകത നമ്മൾ പണ്ടെങ്കിലും കണ്ടിട്ടില്ലാത്ത വിധം ഏലത്തിന്റെ ശരം ചുവടെ ചെത്തിയെടുത്തുകൊണ്ട് പോവുക. 1-2 കായ എടുത്തുകൊണ്ട് പോയാൽ വീണ്ടും ശരത്തിൽ കായ ഉണ്ടാകും. എന്നാൽ ശരം ചെത്തിക്കൊണ്ട് പോയാൽ പിന്നെ അടുത്ത ചിമ്പുണ്ടായി അതേ നിന്ന് ശരം ഉണ്ടായെങ്കിൽ മാത്രമേ കർഷകന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആദായം കിട്ടത്തുള്ളൂ. കഴിഞ്ഞ ദിവസം വാലിമേൽ ജോസഫ് ചാക്കോ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന ഏലത്തോട്ടത്തിൽ നിന്നും ശരം ഉൾപ്പെടെ പറിച്ചു കടത്താൻ ശ്രമിച്ച ആളെ പോലീസ് പിടികൂടിയിരുന്നു. മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് മോഷ്ടാക്കളെ അമർച്ച ചെയ്തുള്ള നടപടികൾ പോലീസ് അധികാരികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മോഷ്ടാക്കൾക്ക് പുറമെ വിലയിടിവും വളം, കീടനാശിനി എന്നിവയുടെ വില ഉയർന്നതും തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും തൊഴിലാളികളുടെ കൂലി വർധനവും മറ്റ് പ്രതിസന്ധികളാണ്. ഇതിനോടൊപ്പമാണ് കാലാവസ്ഥാ വ്യതിയാനവും വിവിധങ്ങളായ കീടബാധയും. ഇതെല്ലാം ചെറുകിട കർഷകരെയാണ് ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.